ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തിരുവനന്തപുരം മണ്ഡലം പ്രവർത്തനങ്ങളുടെ ഭാഗമായി വഞ്ചിയൂർ മേഖല തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഔപചാരികമായി തുടക്കം കുറിക്കുന്ന ഒരു കൺവെൻഷനിലൂടെയാണ്. വഞ്ചിയൂർ മേഖലയുടെ ഔപചാരികമായ കൺവെൻഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ കൺവെൻഷനിൽ രൂപം കൊടുക്കുന്ന കമ്മിറ്റിയാണ് ഈ മേഖലയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഔപചാരികമായ ഒരു പ്രവർത്തനം ആരംഭിക്കുന്ന ഈ കൺവെൻഷൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നുവെന്ന് പ്രഖ്യാപിക്കുക. ഏതെങ്കിലും ഒരു കൺവെൻഷനിൽ പങ്കെടുത്തില്ലെങ്കിൽ പോലും ഒരുപാട് വാർത്തകളും വ്യാഖ്യാനങ്ങളും വിവാദങ്ങളും ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഒരു കൺവെൻഷനിൽ മെനഞ്ഞാത്ത ഒരു കൺവെൻഷനിൽ എനിക്ക് പങ്കെടുക്കാൻ വ്യക്തിപരമായ കാരണങ്ങളാൽ കഴിഞ്ഞില്ല. പക്ഷേ ആ കൺവെൻഷന് മുമ്പ് തന്നെ ഞാൻ ഒരു വീഡിയോയിലൂടെ ഈ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയുടെ വിജയം അഭ്യർത്ഥിച്ചുകൊണ്ട് കൺവെൻഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വീഡിയോ സംപ്രേഷണം ചെയ്യുകയുണ്ടായി. എന്നിട്ട് പോലും അത് ചർച്ചയായി, വിവാദമായി, വാർത്തയായി എന്ന് പറയുമ്പോൾ കൺവെൻഷന്റെ പ്രാധാന്യം എത്രയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും ഒരു കൺവെൻഷനിൽ പങ്കെടുത്തില്ല അല്ലെങ്കിൽ പങ്കെടുത്തു എന്നുള്ളത് കൊണ്ട്, പങ്കെടുത്തില്ല എന്നുള്ളത് കൊണ്ട് മുറിഞ്ഞു പോകുന്ന ബന്ധങ്ങളല്ല നമ്മൾ തമ്മിലുള്ളത് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. ഞങ്ങളുടെയൊക്കെ സിരകളിലൂടെ ഓടുന്നത് ഇടതുപക്ഷ മുന്നണിയുടെ രക്തമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. 1972 വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയം ആരംഭിച്ച ഞാന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് മാത്രമേ ഈ കാലം അത്രയും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുള്ളൂ. 91 ആദ്യമായി ജില്ലാ കൗൺസിലിൽ മത്സരിച്ച ഒരു ബാലികേറ മലയിൽ ശംഖുമുഖം ഡിവിഷൻ കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന UDFന്റെ കുത്തകയായിരുന്ന ശംഖുമുഖം ഡിവിഷൻ 91 40-ൽ 40ാമത്തെ സീറ്റ് LDFന്റേത്, UDFന്റെ 1ാമത്തെ സീറ്റ്. പ്രഗത്ഭനായ അവരുടെ സ്ഥാനാർത്ഥി ജോർജ് മസ്ക്രീൻ, ബാബുവിനറിയാമല്ലോ. ആ ഡിവിഷനിൽ മത്സരിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചുകൊണ്ട് ഞാൻ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ആദ്യമായി വരുന്നത്. ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല അവിടെ ഇടതുപക്ഷ മുന്നണിക്കൊരു വിജയം. പക്ഷേ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ചതുകൊണ്ട് അഭിമാനകരമായ ഒരു വിജയം അവിടെ ഇടതുപക്ഷ മുന്നണിക്ക് എന്നിലൂടെ നേടിക്കൊടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ജീവിതത്തിലെ അഭിമാനകരമായ പോരാട്ടം. 91 മത്സരിച്ചു. 96 നമുക്കറിയാം, കേരളം ഉണ്ടായതിനു ശേഷം 1956 മുതൽ 96 വരെയുള്ള കാലഘട്ടത്തിലെ 40 വർഷക്കാലം തിരുവനന്തപുരം മണ്ഡലം UDFന്റെ മാത്രമായിരുന്നു. കോൺഗ്രസും മുസ്ലിം ലീഗ് ആര് മത്സരിച്ചാലും ഇവിടെ UDF അല്ലാതെ ജയിക്കില്ല. ഇവിടെ 14-ൽ 13 സീറ്റും LDF ജയിച്ചാലും ജയിക്കാതെ പരാജയപ്പെടുന്ന ഒരു മണ്ഡലമായിരുന്നു തിരുവനന്തപുരം വെസ്റ്റ് മണ്ഡലം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള നിയോഗം അല്ലാതെ ആഘോഷിക്കാനുള്ള ഒരു ഭാഗ്യം അന്ന് വരെ തിരുവനന്തപുരം വെസ്റ്റ് മണ്ഡലത്തിന് ഇടതുപക്ഷ മുന്നണി കിട്ടിയിട്ടില്ലായിരുന്നു. 96 മത്സരത്തിൽ എന്നെ നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കി. കരുത്തനായ അവരുടെ DCC പ്രസിഡന്റ് കോൺഗ്രസിന്റെ സമുന്നതനായ MM ഹസൻ എതിരാളിയായിരുന്നു. ചരിത്രം കുറിച്ചുകൊണ്ട് ഈ നിയോജകമണ്ഡലത്തിന് ചരിത്രം മാറ്റിക്കുറിക്കുവാൻ നിങ്ങളുടെ കഠിനമായ പ്രയത്നത്തിലൂടെ കഴിഞ്ഞത് എന്നെ സ്ഥാനാർത്ഥിയാക്കി മത്സരിച്ച 1996 അന്ന് നമുക്കിവിടെ വിജയിക്കാൻ കഴിഞ്ഞു. ലഡു പൊട്ടിക്കാൻ കഴിഞ്ഞത് ആ തെരഞ്ഞെടുപ്പിലാണ്, 96. അതാണ് വികസനത്തിന്റെ തുടക്കം കുറിക്കുവാൻ കഴിഞ്ഞ ഒരു കാലഘട്ടം അത് തന്നെയായിരുന്നു. പിന്നെയും അങ്ങോട്ട് തെരഞ്ഞെടുപ്പുകളിൽ പലപ്പോഴും മത്സരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഇടയ്ക്ക് ഞങ്ങളുടെ പാർട്ടി ഐക്യജനാധിപത്യ മുന്നണിയിൽ പോയപ്പോൾ 2016 ഞങ്ങളുടെ പാർട്ടി മാണിയിലെ പാർട്ടിയുമായി ലയിച്ചപ്പോൾ, കേരള കോൺഗ്രസ് പാർട്ടി ഒന്നിച്ചപ്പോൾ, അന്ന് 2014 കോവളത്ത് അല്ലെങ്കിൽ കുണ്ടറയിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പരസ്യമായി ഐക്യമുന്നണി നേതാക്കന്മാർ പ്രസ്താവിച്ചത് വാർത്താ ശകലങ്ങളിൽ ഉണ്ടാകും. ഒരു MLA ആകാൻ, ഒരു ജയിച്ചൊരു MLA ആകാനുള്ള ആഗ്രഹത്തോടെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നതെങ്കിൽ അന്ന് എനിക്ക് കോവളത്ത് പോയി മത്സരിച്ച് അന്ന് ജയിക്കാമായിരുന്നു. അന്നാണ് വിൻസെന്റ് അവിടെ UDFന്റെ MLA ആയി ജയിക്കുന്നത്. പക്ഷെ എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു നിയോഗമുണ്ട്, ഒരു തീരുമാനമുണ്ട്.
ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുവെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മാത്രമേ മത്സരിക്കുന്ന തീരുമാനമെടുത്തുകൊണ്ട് രാഷ്ട്രീയത്തിൽ വന്നയാളാണ് ഞാൻ. കാരണം കേരള കോൺഗ്രസ് രൂപം കൊണ്ടത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ടല്ല. 1964 കേരള കോൺഗ്രസ് രൂപം കൊണ്ടത് കോൺഗ്രസിനെതിരെ ഉണ്ടായ പാർട്ടിയാണ്. കോൺഗ്രസിലും തെറ്റിപ്പിരിഞ്ഞാണ് കേരള കോൺഗ്രസിന്റെ 15 MLA-മാർ കെ എം ജോർജിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളോട് വിട പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെതിരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിക്കൊണ്ടാണ് അന്ന് കേരള കോൺഗ്രസിന് രൂപം കൊടുത്തത്. ആ കേരള കോൺഗ്രസുകാർക്ക് എങ്ങനെയാണ് ഐക്യമുന്നണിയുടെ ഭാഗമായി നിന്ന് മത്സരിക്കാൻ കഴിയുക? ഒരുപക്ഷെ കേരള കോൺഗ്രസ് 64 ഉണ്ടായിരുന്നില്ല എങ്കിൽ ഞാനൊരുപക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാവുകയായിരുന്നു. പക്ഷേ അന്നത്തെ പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ചില പ്രദേശങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് ദുസ്സഹമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായി കൈകോർത്ത് പ്രവർത്തിക്കാൻ പറ്റുന്ന അന്തരീക്ഷം ഉണ്ടായിരുന്നതെന്ന്, ആന്റി കോൺഗ്രസ് മൂവ്മെന്റ് ഉണ്ടാക്കുവാൻ കഴിയുമായിരുന്നെന്ന് കേരള കോൺഗ്രസ് പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിൽ ഇവിടെ കൈകോർത്തപ്പോഴായിരുന്നു. ഇതിൽ തുടർന്ന് ഇങ്ങോട്ട് പല തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുവാനും വിജയിക്കുവാനും പരാജയപ്പെടുവാനും ഒക്കെയുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും MLA ആകുന്നതും മന്ത്രിയാകുന്നതും മാത്രമല്ല, രാഷ്ട്രീയ പ്രവർത്തനം നല്ല ബോധ്യം എനിക്കുണ്ട്. പലപ്പോഴും തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ആ മാറ്റങ്ങളൊന്നും തന്നെ എൻ്റെ അവസാനമായിരുന്നില്ല. അവിടെ നിന്ന് തിരിച്ചുവരവ് എനിക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളത് രാഷ്ട്രീയം അറിയുന്ന എല്ലാവർക്കും അറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം, ഈ നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ മണ്ഡലമായി ഇന്ന് മാറിയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിന്റെ കണക്കെന്താണ്? ഇടതുപക്ഷ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന്റെ കണക്ക് പരിശോധിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 40,000 വോട്ട് ഇവിടെയുണ്ട്. രണ്ടാം സ്ഥാനത്ത് ആരാണ്? BJP 34,000 വോട്ട്. നമ്മൾ BJP-യുമായിട്ടുള്ള വ്യത്യാസം എത്ര? 6,000 വോട്ട്. മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് UDF. എത്രയോ വോട്ട്? 32,000 വോട്ട്. നമ്മുടെ UDF-ഉമായിട്ടുള്ള വ്യത്യാസം എത്ര? 8,000 വോട്ട്. അപ്പൊ ഈ നിയോജക മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖ്യ എതിരാളി ആര്? BJP ആണ്, കോൺഗ്രസ് അല്ല, UDF അല്ല. കാരണം 6,000 വോട്ടിന്റെ വ്യത്യാസമാണ് BJP-യുമായിട്ടുള്ളത്, 8,000 വോട്ടിന്റെ വ്യത്യാസമാണ് കോൺഗ്രസുമായിട്ടുള്ളത്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ കാലാകാലങ്ങളിൽ മത്സരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ 15 വർഷമായി തുടർച്ചയായിട്ട് മത്സരിച്ച് 10 വർഷം ഇവിടെ ജയിച്ച MLA ആയി മന്ത്രിയായ ആള്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കോൺഗ്രസുകാരൻ, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കോൺഗ്രസുകാരൻ എന്തിനിവിടെന്ന് മാറി? എന്തിനിവിടെന്ന് മാറി? അദ്ദേഹം മത്സരിക്കുന്നത് അരുവിക്കരയിലാണ്. അരുവിക്കരയിലെ ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയെ BJP എന്തിനു നൽകി? ഇവിടെ ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയെ എന്തിന് UDF നൽകി? അവിടെയാണ് തിരുവനന്തപുരവും അരുവിക്കരയും തമ്മിലുള്ള കോൺഗ്രസ് BJP ഡീല് ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ള രാഷ്ട്രീയം നമ്മൾ മറന്നു പോകരുത്. എന്നോട് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കോൺഗ്രസിന്റെ സമുന്നതരായ 2 നേതാക്കന്മാർ എന്നോട് പറഞ്ഞു, ശിവകുമാറിനെ അരുവിക്കര നിർത്തി, തിരുവനന്തപുരത്ത് ദുർബലനായ UDF സ്ഥാനാർത്ഥി നിർത്തി, അരുവിക്കരയും തിരുവനന്തപുരവും തമ്മിലുള്ള ഡീല് ഞങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് ഡീലിന്റെ കഥ പറയുന്ന കോൺഗ്രസുകാരൻ, UDF-കാരൻ മനസ്സിലാക്കണം, നിങ്ങളുടെ ഡീൽ ഈ മണ്ഡലത്തിലെ പ്രബുദ്ധരായ സമുദായകർ മനസ്സിലാക്കി കഴിഞ്ഞു എന്നാൽ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇവിടെയുള്ള കോൺഗ്രസുകാർ മുഴുവൻ ഇവിടുന്ന് പലായനം ചെയ്തിരിക്കുന്നത് അരുവിക്കരയിലേക്ക്? എന്നാൽ ഇവിടുത്തെ കോൺഗ്രസുകാർ ഇവിടെ നിൽക്കുന്നില്ല? അതാണ് ഡീലിന്റെ മുഖം തുറന്നു കാണിക്കുന്നത്. അപ്പോ ഏറ്റവും ദുർബലരായ സ്ഥാനാർത്ഥികളെ അങ്ങോട്ടും ഇങ്ങോട്ടും നിർത്തി, BJP അവിടെ നിർത്തി, UDF ഇവിടെ നിർത്തി. ഇവിടെ അല്ലെങ്കിൽ എന്തുകൊണ്ട് 15 വർഷം തുടർച്ചയായി മത്സരിച്ച ഒരാൾക്ക് ഇവിടെ നിന്ന് മാറേണ്ട സാഹചര്യം എന്ത്? ഇവിടെ 2 പ്രാവശ്യം MLA ആണല്ലേ, പരാജയം സംബന്ധിച്ച് ഇവിടെ നിന്ന് പോയതെന്ത്? അപ്പോ അവിടെയാണ് BJP UDF-ന്റെ ഡീല് തുറന്നു കാണിക്കുവാനും ഇടതുപക്ഷ ജനാധിപത്യയുടെ മത്സരം ഐക്യ ജനാധിപത്യ മുന്നണിയുമായിട്ടല്ല, മറിച്ച് BJP-യുമായിട്ടാണ്. ഇതിനു മുമ്പ് ഇവിടെ പരസ്യമായി BJP-യുമായി ഡീലുണ്ടാക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു 2001-ൽ. അന്ന് ഞാൻ മത്സരിച്ചപ്പോൾ ഇന്നത്തെ UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആളുടെ ഗുരു MV രാഘവൻ ഇവിടെ മത്സരിച്ചു. MV രാഘവൻ മത്സരിച്ചപ്പോൾ 2001-ൽ എന്തായിരുന്നു ഇവിടെ? കേരളത്തിലെ 139 മണ്ഡലങ്ങളിലും BJP സ്ഥാനാർത്ഥി നിർത്തി താമര ചിഹ്നത്തിൽ. ഈ മണ്ഡലത്തിൽ മാത്രമാണ് BJPക്ക് സ്ഥാനാർത്ഥി ഇല്ലാതിരുന്ന കേരളത്തിലെ ഏക മണ്ഡലം.
അന്ന് CMPയുമായിട്ടാണ് BJP ഡീലുണ്ടാക്കിയതെങ്കിൽ ഇന്ന് കോൺഗ്രസുമായിട്ട് BJP ഡീലുണ്ടാക്കിയിരിക്കുന്നു. അതിന് പകരമായിട്ട് അന്നത്തെ പ്രത്യുപകാരത്തിൽ ഉപകാരം ചെയ്യാൻ ഇന്ന് കോൺഗ്രസ് തയ്യാറായിരിക്കുന്നു. അതുകൊണ്ട് ഈ ഡീല് ആണ് കേരളത്തിലെ ഏറ്റവും വലിയ കോൺഗ്രസ് BJP ഡീലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണെന്ന് നമുക്കെല്ലാം തന്നെ അറിയാം. വികസനവും ക്ഷേമവും സമാധാനവും മുദ്രാവാക്യമായി മുഴക്കിക്കൊണ്ടാണ് നമ്മുടെ പ്രസ്ഥാനം ഈ തെരഞ്ഞെടുപ്പിനെ കേരളത്തിൽ നേരിടുന്നത്. ഇതുപോലെ വികസനം നടന്നൊരു കാലഘട്ടം കേരളം മൊത്തം ഞാൻ പറയുന്നില്ല. തിരുവനന്തപുരത്തിന്റെ ചിത്രമെടുക്കാം, ഈ മണ്ഡലത്തിന്റെ ചിത്രമെടുക്കാം. തിരുവനന്തപുരത്തിന് ഇതുപോലെ വികസനം നടന്നൊരു കാലഘട്ടം ഈ കേരളത്തിന്റെ തിരുവനന്തപുരം മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും വികസനം ഈ നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ മുന്നണിയുടെ MLA മാർ ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തപ്പോൾ മാത്രമാണ്.